ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എൻ്റെ പേര് ബെഷി അഭിലാഷ്. നാട്ടിൽ തൃശ്ശൂർ നിന്നാണ്. ഞാൻ ദുബായിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ആഹ് ആഹ് ഒരു 15ാമത്തെ ബാച്ചിലാണ് വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ ട്രെയിൻ ദ ട്രെയിനർ അതിന്റെ 15th ബാച്ചിലാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സാർ എനിക്കൊരു അവസരമായി ഇത് തന്നതാണ്. അപ്പോൾ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം എന്ന് വിചാരിച്ചു. ഈ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇന്നത്തെ ജാസ്മിൻ മാമിന്റെ സ്പീച്ചിനെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ള അവസരം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഇന്ന് നമ്മളെല്ലാവർക്കും ഓരോ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കാറുണ്ടല്ലോ, ഇവരെങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെയാണിത് പറയാനുള്ള ഇത് കിട്ടുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാനും അതുപോലെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പക്ഷെ മുതിർന്നവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഇത് എന്താ പറയാ, കുറച്ച് പ്രാക്ടീസ് വേണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ മുതിർന്നവർക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു അവസരങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ഈ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ആലോചിച്ചത്. അപ്പോഴാണ് വിംബിൾ അക്കാഡമിയുടെ നമ്മളുടെ ഒരു പോസ്റ്റർ അഡ്വർടൈസ്മെന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള ആ പേര് തന്നെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സാണ്. അപ്പൊ അതിന് ഞാൻ നോക്കിയപ്പോൾ അതിന് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും പറയുന്നില്ല, യോഗ്യതാ മാനദണ്ഡങ്ങളൊന്നും അവർ പറയുന്നില്ല. പക്ഷെ നല്ല ഒരു ഇതാണെന്ന് ഞാൻ അതിൽ ഇന്ററാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഫൈസൽ സാറിനോടായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ഓഫീസ് സ്റ്റാഫിന്റെ അടുത്തോ നമ്മൾ സംസാരിച്ചപ്പോൾ അതിന് നല്ലൊരു ചാൻസ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ട്രെയിനർ ആവണം എന്നുള്ളത് കുറച്ച് സംശയമായിരുന്നു. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഫൈസൽ സാറിന്റെ പോസിറ്റീവായ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിന്റെ 15th ബാച്ചിന്റെ ഭാഗമായി. ഇപ്പൊ ഞങ്ങളുടെ ഏറെക്കുറെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു, പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് ഈ എല്ലാ ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാ ട്രെയിനേഴ്സും ഇതുപോലെ വിംബിൾ അക്കാഡമി അതിന് വേണ്ടി ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ജാസ്മിൻ മാമിനെ ഇന്ന് ലവ് ലാംഗ്വേജ് എന്നുള്ള ഇതിനെ പറ്റിയാണ് മാമിന്റെ ടോക്ക് ശ്രവിക്കാനാണ് ഇന്ന് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോ 15 ബാച്ചുകളായി ഏകദേശം 100 പേരോളം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു അഭിമാനകരമായ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോ ഓരോരുത്തരും ഞാൻ ഇതിന്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. യൂട്യൂബിൽ സാർ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച് രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞാൻ ആദ്യമായി പറയുന്നു. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ട്രെയിനിങ് സെഷനിലേക്ക് ഇന്നത്തെ സെഷൻ എടുക്കാനായി ജാസ്മിൻ മാമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു വിക്ടറി ക്ലബ് എന്നുള്ള ഒരു ക്ലബ് അതിലൂടെ വുമൺ എംപവർമെന്റിന്റെ കുറെ ക്ലാസ്സുകളും ട്രെയിനറും ഒക്കെ ആയിട്ട് വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഉദിച്ചുയരുന്ന ഒരു താരമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയാണ്. ഒരു ടീച്ചർ ആൻഡ് ട്രെയിനർ എന്ന നിലയിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ അവര് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വേർഡാണ്, ലവ് ലാംഗ്വേജ് അല്ലേ. എല്ലാവർക്കും ആ പേരറിയാം, പക്ഷെ അതെങ്ങനെയാണ് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അത് നമുക്ക് മാമിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്നത്തെ മാം 14th ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ട്രെയിൻ ദ ട്രെയിനറിന്റെ തിരുവനന്തപുരത്താണ് സ്വദേശം. ഇത്രയുമാണ് എനിക്കറിയാവുന്ന വിവരങ്ങൾ. മാമിനെ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും, എല്ലാ ട്രെയിനേഴ്സിനെയും ഈ പരിപാടിയിലേക്ക്, ഈ ടോക്ക് ഷോ കേൾക്കാനായി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ എല്ലാവരുടെയും മാസ്റ്റർ ട്രെയിനറായ ഫൈസൽ സാറിനെയും ഞാൻ ഇതിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ജാസ്മിൻ മാമിലേക്ക്
മൈക്ക് കൈമാറാം. വെൽക്കം മാം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വളരെ വിപുലമായി സംസാരിച്ചിട്ടുണ്ട്. താങ്ക് യു. ഞാൻ 40th ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പൊ ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ചൊന്ന് മെച്ചപ്പെടുത്തണമായിരുന്നു. അതായത് മറ്റുള്ളവരുമായി സംസാരിക്കും, പക്ഷെ കുറേയൊക്കെ എനിക്ക് തെറ്റുകൾ വരാം. അതായത് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മറന്നു പോവുക, വിക്ക് വരിക, അങ്ങനെ കുറെ പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിക്ക് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് എന്നെ മാനസികമായിട്ട് വളരെയധികം തളർത്തിയിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്തണം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ട്രെയിനർ കോഴ്സിലേക്ക് വന്നത്. ഒരു ട്രെയിനർ ആവണമെന്നല്ല, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അതിലേക്ക് വന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് എൻ്റെ സ്വഭാവത്തില്, എൻ്റെ വ്യക്തിത്വത്തില് ഒക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം എനിക്ക് താങ്ക്സ് പറയേണ്ടത് ഫൈസൽ സാറിനോടാണ്. എങ്ങനെയോ സാറുമായി ഞാൻ പരിചയപ്പെട്ടു. അന്ന് മുതൽ എനിക്ക് ശരിക്കും എന്നെ എല്ലാ വീഴ്ചകളിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്തിയ ഒരു അധ്യാപകൻ, അതുപോലെ ഒരു സഹോദര തുല്യൻ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മതിയാവില്ല. വീണ്ടും വീണ്ടും ഞാൻ സാറിന് താങ്ക്സ് പറയുന്നു. അതുപോലെ താങ്ക് യു ബഷീർ മാം, എന്നെ പ്രത്യേകം വെൽക്കം ചെയ്തതിന്. അതുപോലെ ഞാനിപ്പോ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിലും സാറ്, എനിക്ക് അപ്പോഴും വലിയ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. സാറ് പറഞ്ഞു പോയി എടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ സത്യത്തില് നമ്മുടെ കോൺഫിഡൻസിന്റെ താക്കോല് സാറിന്റെ കയ്യിലായിരുന്നു. സാർ അത് നമുക്ക് കൈമാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലവ് ലാംഗ്വേജ് ആണ്. അപ്പൊ അത് നിങ്ങൾ പലപ്പോഴും കേട്ട് മടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ പലപ്പോഴും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത് നമ്മളെ ഇണകളുടെ ലവ് ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകാത്തതിന്റെ പേരിലാണ്. പല ഫാമിലി ക്ലാസ്സുകളിലും മറ്റും നമ്മൾ കേട്ടു പോകുന്ന ഒരു കാര്യമാണ് ഗിവ് ലവ് ആൻഡ് ഗെറ്റ് ഇറ്റ് ബാക്ക്. അത് വളരെ പഴക്കം ചെന്ന ഒരു ടൈംസ് ആണ്, വളരെ പഴക്കം ചെന്ന ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ എല്ലാ ഫാമിലി ക്ലാസ്സും നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. അപ്പൊ ഇതൊന്ന് പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതായത് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത്. അത് ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് അവരൊക്കെ പറയുന്ന സങ്കടം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെല്ലാം ഇയാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, അവസാനം എന്നെ എനിക്കൊരു വില പോലും തന്നില്ല, ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും സംസാരിക്കുമ്പോൾ അവരുടെ ആ വേദനയുടെ തീവ്രത ഞാൻ മനസ്സിലാക്കിയതുപോലെ സംസാരിക്കാറുണ്ട്. നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വിഷമം അങ്ങോട്ട് പറയാതെ അവരെ ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ട് നിങ്ങൾ ഇത്രയും അനുഭവിച്ചെന്ന് നിങ്ങളുടെ ആ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവര് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. എന്നിട്ട് പറയും, ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു, എൻ്റെ അമ്മായിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, എല്ലാം നല്ല ചിട്ടയോടുകൂടി ഞാനൊരു നല്ല മരുമകളായി ജീവിച്ചു കൊടുത്തു, എന്നിട്ട് പോലും എനിക്കൊരു നല്ല വാക്ക് പോലും അവർ പറഞ്ഞിട്ടില്ല. കാരണം അവർ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷെ ഒരു നല്ല വാക്ക് പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ ദയനീയമായിട്ട് വന്നതെന്ന് കരയുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടുന്നത് നോക്കണ്ട, അത് നിങ്ങൾ ദൈവത്തിലേക്ക് അർപ്പിച്ചോളൂ എന്ന് പറയും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. മനുഷ്യർ അങ്ങനെയാണ്, അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനം ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ഒരു അത് നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ആഗ്രഹിക്കാം. പക്ഷെ അത് നിബന്ധനയില്ല, അതിലൊരു നിബന്ധനയില്ല. അതായത് അങ്ങനെ വേണം എന്നുള്ളൊരു നിബന്ധന ആയിട്ടാണ് ഇത് പലരും പറയുന്നത്. പക്ഷെ ഇതിൽ ഒരു നിബന്ധനയും ഇല്ല. അങ്ങനെ ആകാമെന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ ഭർത്താവിനെ ആയാലും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ആയാലും, മക്കളെ ആയാലും, അതുപോലെ അയൽവാസികളായാലും, അങ്ങനെ തുടങ്ങി നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് ആ മെന്റൽ സ്ട്രെസ് കൂടാതിരിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. അതായത് ഇതൊരു കച്ചവടമല്ല, അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത് അതൊരു കച്ചവടമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, എല്ലാം ചെയ്തു കൊടുത്തു ഒരു നന്ദി വാക്ക് പോലും ഇല്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ഈ ചെയ്തതിനൊക്കെ ചിലപ്പോൾ എനിക്ക് ദൈവം നല്ലത് തരുമെന്ന് കരുതി സമാധാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പലരോടും പറയുന്ന ഒരു കാര്യം,
അതായത് നെവർ എവർ അഡ്ജസ്റ്റ് യുവർ ലൈഫ് ബട്ട് അണ്ടർസ്റ്റുഡ്. അവരെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു കുടുംബത്തിനകത്ത് കയറി വന്ന് ഇത്രയും പീഡനങ്ങളൊക്കെ സഹിച്ചു, വിഷമങ്ങൾ സഹിച്ചിരിക്കുന്ന ഈ പെണ്ണിനോട് നമ്മൾ വീണ്ടും പറയാണ്, നീ അവരെ ഒന്ന് മനസ്സിലാക്കൂ, നീ അവരുടെ സ്വഭാവം മനസ്സിലാക്കി മുന്നേറൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പെണ്ണിനെ ഇടിച്ച് പിഴിഞ്ഞ് അവളെ അയമേൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. മാക്സിമം ഇടിച്ച് പിഴിയാന്നിടത്തോളം അവളെ പീഡിപ്പിച്ച്, അവൾക്ക് ഇനി ജീവിതം തന്നെ മടുത്തിരിക്കുന്ന അവളോട് നമ്മൾ പറയാണ്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് പറയാണ്. അവിടെ അവര് വീണ്ടും ഈ ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ല മെന്റൽ കപ്പാസിറ്റി വേണം, നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം, അത് ലേഡി ആവട്ടെ അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ, അവർക്ക് നല്ല ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇത് പറഞ്ഞു കൊടുക്കണം. അതായത് ആൽബർട്ട് ഇല്ലിസ് എന്ന് പറഞ്ഞിട്ടൊരു വളരെ തലയെടുത്ത ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇദ്ദേഹം ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഒന്നും ഇല്ല. നമുക്ക് ആഗ്രഹിക്കാം, ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആഗ്രഹിച്ചു മുന്നോട്ട് പോവാം. പക്ഷെ ആ നിബന്ധന വെക്കുന്നതിലോട് വലിയ കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പൊ അദ്ദേഹം സൈക്കോതെറാപ്പിയുടെ ഫാദറാണ്. ആൽബർട്ട് ഇല്ലിസ് എന്ന് പറയുന്നത് ദ ഫാദർ ഓഫ് സൈക്കോതെറാപ്പി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഡിമാൻഡുകളാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത്. അതായത് ഇപ്പൊ തന്നെ മയക്കം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ഭാവി വധുവിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിവാഹപ്രായം പോലും ആകാത്ത കുട്ടികളോട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ പലരും പല കമന്റുകളും പറയുന്നുണ്ട്. അതായത് എന്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്റെ അപ്പുറത്ത് നിൽക്കുന്ന കക്ഷിക്ക് എന്നെ കുറിച്ച് എന്തൊക്കെ കൺസെപ്റ്റ് ഉണ്ടോ, എന്തൊക്കെ ആശങ്കകളുണ്ടോ, എന്തൊക്കെ ഡിമാൻഡുകളുണ്ടോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ ഡിമാൻഡുകൾ ഇതാണ്. അതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിമാൻഡുകളാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആക്കുന്നത്. അപ്പൊ ഇവിടെ പലപ്പോഴും പല ഭർത്താക്കന്മാരും പറയുന്നത്, നിനക്കെന്താ അത് ചെയ്താല്, ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അത്തരത്തിലുള്ള കുറെ വർത്താനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അവര് സ്വാഭാവികം തളരാണ്. അവിടെയാണ് നമ്മുടെ ഈ ലവ് ലാംഗ്വേജിന്റെ ഒക്കെ ഒരു പവർ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് എന്റെ ഭാര്യ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു നിബന്ധന, ഒരു ഡിമാൻഡ്, അത് പാടില്ല. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം മാത്രമല്ല, ഒരിക്കല് ഒരു സ്ത്രീ അവരെ രണ്ടാമത് വിവാഹം കഴിച്ചതിൽ ആ രണ്ടാമത് വിവാഹം കഴിച്ച ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി. രണ്ടാമത്തെ ഭർത്താവിന് ഒരു കുട്ടിയുണ്ട്, ആദ്യത്തെ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക്, പെൺകുട്ടിയാണ്, അവര് അമ്മയെ പോലെ നിന്നിട്ട് എല്ലാം ചെയ്തു കൊടുക്കും. അവരെ സ്വന്തം കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നേക്കാളും കൂടുതലായിട്ട് അവരെന്ത് ചെയ്യും? ഈ കുട്ടിക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല വാക്ക് പോലും, ഒരു ജോലിക്കാരിയോട് പറയുന്ന പോലെ, ഒരു മാനേജർ പോലെ ആ കുട്ടി കാണിക്കാറില്ല. എടുത്തെറിയുക, ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അവസാനം ഇവർക്ക് ഈ മെന്റൽ ഡിപ്രഷൻ കൂടിയിട്ട്, സ്ട്രെസ് കൂടിയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ചോദിച്ച കാര്യമാണ്, നിങ്ങൾ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ കുട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ? അപ്പോഴാണ് അത് നിങ്ങൾ നോക്കണ്ട. കാരണം ആ കുട്ടി ജനിച്ച് വളർന്ന് ഈ ഒരു കാലയളവിൽ അവൾക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെയാണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതായത് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നത് അവരുടെ അമ്മയുടെ ഗർഭാശയത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ഈ മെന്റൽ കോഡ്, അമ്മയുടെ ചിന്തകൾ ഒരു മെന്റൽ കോഡായി ഇദ്ദേഹത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഒരു ചൈൽഡ്, ആ ഒരു വൂം സ്റ്റേജിൽ. അത് കഴിഞ്ഞ് ഇദ്ദേഹം ജനിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികളിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, വഴിയെ പോകുന്നവരിൽ നിന്ന്, അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് എല്ലാം കിട്ടുന്ന സാധനങ്ങളെല്ലാം മെന്റൽ കോഡുകളായിട്ട് അവരുടെ ബ്രെയിനിലുണ്ട്. ഇതാണ് ഇവരുടെ സ്വഭാവത്തെ ഇങ്ങനെ രൂപീകരിക്കുന്നത്. ഈ സ്വഭാവത്തെ ദേഷ്യം, അതുപോലെ വാശി, അങ്ങനെയൊക്കെ ഉണ്ടാക്കി മാറ്റുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ, പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ ആ ആശ്രയം തന്നെ ഇല്ലാതായി. അപ്പൊ മറ്റൊരാളെ അമ്മയായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെന്റൽ കപ്പാസിറ്റി ആ കുട്ടിക്കില്ല. അതാണ് ആ കുട്ടി അങ്ങനെ പെരുമാറുന്നത്. പക്ഷെ ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവർ തിരിച്ചു നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയാണ് നമ്മൾക്ക് നിരാശകൾ നൽകുന്നത്. അപ്പോ ഇവിടെ പാരന്റ്സ് ആയാലും അതുപോലെ മക്കളടുത്തായാലും നമ്മുടെ
ഇണകൾ തമ്മിലായാലും അവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ നമുക്കൊരു സന്തോഷകരമായ ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഫസ്റ്റ് വരുന്നത് വേർഡ് ഓഫ് അഫർമേഷൻ. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്താൽ വളരെ സന്തോഷമായിരുന്നു. വേർഡ് ഓഫ് അഫർമേഷൻസ് ആണ്. അതായത് നമ്മുടെ വാക്കുകൾ, നമ്മൾ ഒരാളോട് പറയുന്ന വാക്കുകൾ വളരെയധികം നമുക്ക് നമ്മളെ സ്വാധീനിക്കും. താങ്ക് യു വിഷ്ണു സാർ, അതുപോലെ റജീന, ഷഫീഖ് സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോ നമ്മളുടെ വേർഡ്സ് ഓഫ് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾ. അപ്പൊ ചില ആൾക്കാർക്ക് താങ്ക് യു രമേശ് സാർ, എല്ലാവരും വീഡിയോ ഓണാക്കി, ഭയങ്കര സന്തോഷം. അപ്പോ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ വാക്കുകൾ, ഇപ്പൊ തന്നെ ഞാനൊരു താങ്ക്സ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി പരസ്പരമുള്ള ഒരു ഇതാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? ആ ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നത്. അപ്പോൾ വേർഡ്സ് ഓഫ് അഫർമേഷൻ, ആ വാക്കുകൾ, നല്ല വാക്കുകൾ, അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും കിട്ടാത്ത സാധനം അതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആക്ട്സ് ഓഫ് സർവീസ്. അതായത് ഇപ്പൊ ഭാര്യ മാത്രമേ കിച്ചണിൽ കയറാവൂന്ന് പറയുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അടുത്ത് ഒരു ആളുമായിട്ട് എന്തോ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തോട് എന്തോ കുക്കിങ്ങിന്റെ കാര്യം സംസാരിക്കും. ഞാൻ അങ്ങനെ കിച്ചണിലൊന്നും കയറാറില്ല, എന്തോ വലിയ കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഭർത്താക്കന്മാർ കിച്ചണിൽ കയറിയാൽ അത് വളരെ മോശം അഭിപ്രായമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ അങ്ങനെ കിച്ചണിലൊന്നും കയറാറില്ല. പിന്നെ ആരും ഇല്ലാത്തപ്പോ, വൈഫ് ഇല്ലാത്തപ്പോ ഞാൻ കെറ്റിലിൽ ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിട്ട് അത് ഇങ്ങനെ ചായ ഇടാറുണ്ട്, കട്ടൻ ഇടാറുണ്ട്. അത് പിന്നെ ചൂടാവുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നിന്നോളും. അതിന് പിന്നെ അതിന്റെ ഇതൊന്നും നോക്കണ്ടല്ലോ. അത് വളരെ എളുപ്പമാണ്, അങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല. അതായത് ഇപ്പൊ മറ്റുള്ളവരെ കാണത്തത് നമുക്ക് ചെയ്ത് നമ്മൾ ഭയങ്കര ഭാര്യയെ സേവിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യണ്ട. പക്ഷെ അവരുടെ, അതായത് ആ ഭാര്യയ്ക്ക് ഒരു ഹെൽപ്പ്, ഇപ്പൊ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വെറുതെ ഒന്നും അറിയില്ലെങ്കിലും അവിടെ പോയിരുന്നൊന്ന് നല്ല കാര്യം പറഞ്ഞാലും നമുക്കത് വളരെ സന്തോഷമാണ്. അടുത്തത് റിസീവിങ് ഗിഫ്റ്റുകൾ. അത് ചില പുരുഷന്മാർക്കും ഭാര്യയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുന്ന ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഭാര്യമാർ ഏതാണ്ട് ഒരു സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു 80% സ്ത്രീകളെ, ഒരു 90% സ്ത്രീകൾക്ക് ഗിഫ്റ്റിനോട് വളരെ താല്പര്യമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഒരു ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ ക്വാളിറ്റി ടൈം. ഭാര്യയ്ക്ക് എപ്പോഴും അവരുടെ കൂടെ ഇങ്ങനെ ഭർത്താവ് ഇരിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോ ഇവർക്ക് കൂടുതൽ ഇഷ്ടം കൂട്ടുകാരോടുകൂടി പുറത്തു പോകാനും അങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക ആൾക്കാർക്കും. അപ്പോൾ ഈ കുറച്ച് സമയം അവർക്ക് അവരുടേതായ ഒരു ലോകത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ അടുത്തൊരു സ്ത്രീ, എൻ്റെ ഒരു അയൽവാസി, ഒരു ദിവസം വന്നിട്ടാണ്, എൻ്റെ ഭർത്താവാണെങ്കിൽ രാത്രി 10:30 ആകുമ്പോൾ കട അടച്ചിട്ട് വരും, ഷോപ്പ് അടച്ചിട്ട് വരും. പിന്നെ ഇയാൾ വന്ന് ഇങ്ങനെ കാര്യം പറച്ചിലെന്ന് പറഞ്ഞാൽ അയൽവാസിയുടെ കാര്യം പറയും, അടുത്ത കടയിലെ ആളുടെ കാര്യം പറയും. ഇതൊക്കെ ഈ ഭാര്യ ഇങ്ങനെ കേട്ടിരിക്കണം. അപ്പൊ പുള്ളിക്കാരത്തി പറയും, എനിക്ക് രാവിലെ എഴുന്നേക്കണം, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. അപ്പൊ ആ ഉറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് വീണ്ടും തട്ടി വിളിച്ചിട്ട് വീണ്ടും ഇയാൾ കാര്യം പറയും. അപ്പൊ ഈ കാര്യത്തിന് ഈ വൈഫ് റെസ്പോണ്ട് ചെയ്യണം. അയാൾക്ക് അതാണ് ഇഷ്ടം, ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടം. അപ്പൊ ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു? ഓ ദൈവമേ, ഇയാൾക്ക് ഉറക്കം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വന്നിട്ട് പറയണം, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇവള് വന്നിട്ട് പറയണം, ഇയാള് പകല് മുഴുവൻ ഉറക്കണം. ആ പകൽ ടൈമിൽ മൊത്തം ഇവള് ജോലിയിലായിരിക്കും, കിച്ചണിലും കുട്ടികളുടെ തുണി കഴുകലും അങ്ങനെയൊക്കെ ജോലിയിലായിരിക്കും. അപ്പോഴാണ് വന്നിട്ട് തമാശ പറയാം, ഞാൻ പ്രാർത്ഥിച്ചു ഉറക്കം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ എപ്പോ ഉറക്കം കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചില്ല. അതായത് നൈറ്റിലാണ് ഇയാൾ ഉറങ്ങേണ്ടിയിരുന്നത്. ആ നൈറ്റിൽ നല്ല ഉറക്കം കിട്ടിയാൽ ഈ വൈഫിനെ നേരത്തെ എഴുന്നേറ്റ് കുട്ടികളെ വിടാൻ പറ്റുള്ളൂ. ഇയാൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ടാണ് കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഇയാൾ എഴുന്നേറ്റ് ഫുഡും കഴിച്ച് പോകുന്നത്. അപ്പൊ ആ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ രണ്ടുപേരും അത് കറക്റ്റ് അത് അങ്ങോട്ട് ആസ്വദിക്കണം. എന്നാൽ മാത്രമേ ആ ക്വാളിറ്റി ടൈം കൊണ്ട് അതിന് ഒരു ടൈം ലിമിറ്റ് ഒക്കെ വെക്കുക. ഉറക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് കുട്ടികളൊക്കെ വിടുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഒരു വിശ്രമം അവർക്ക് ആവശ്യമാണ്. എല്ലാവർക്കും അതാവണം, എന്നാലും പ്രത്യേകിച്ച് സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കി വിടുന്നതാണ്. അപ്പൊ അവർക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഒരു ഉറക്കം അവർക്ക് വേണം. പിന്നെ വരുന്നത് ഫിസിക്കൽ ടച്ച്. ചില ആൾക്കാർക്ക് ഇതൊന്നും ആയിരിക്കില്ല. അവർക്ക് ഒന്ന് അവരുടെ തോളിൽ തട്ടി ഒന്ന് അഭിനന്ദിക്കുക,
അല്ലെങ്കിൽ അവർ ഫിസിക്കലി ആണ് അവരുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിസിക്കൽ ടച്ച്, അപ്പൊ ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ സുന്ദരമായിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് തന്നെ സ്വന്തമായിട്ട്, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടെത്താം? ഇത് ഇണകളോട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പൊ നമുക്ക് തന്നെ ഇത് ഒബ്സർവ് ചെയ്യാം. ഇവർക്ക് എന്ത് കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ആ ഒരു സന്തോഷം വരുന്നത് എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ നല്ല വാക്കുകളൊക്കെ പറയുന്നു, അത് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നല്ല വാക്ക് പറയാന്ന് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഒരമ്മായിക്ക് 2 മരുമക്കളുണ്ടെങ്കിൽ ഒരാൾ സെപ്പറേറ്റ് താമസിക്കുന്നു, ഒരാൾ ആ വീട്ടിൽ കൂടെ തന്നെ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ അമ്മായിക്ക് ജോലി ചെയ്യുന്നത് ആരാണ്? ആ കൂടെ ഉള്ള മരുമകളാണ്. അവരുടെ തുണികൾ വാഷ് ചെയ്യുന്നു, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ഈ കൂടെ നിൽക്കുന്ന മരുമകളാണ്. പക്ഷെ ഈ പെണ്ണ് മുകളിൽ താമസിക്കുന്ന, അതായത് ഈ സെപ്പറേറ്റ് താമസിക്കുന്ന ഇവള് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ട് എന്താ കിടക്കാണോ, സുഖമില്ലേ എന്നൊരു വാക്ക് ചോദിക്കുകയുള്ളൂ, ഇവൾ അങ്ങ് പോകും. പക്ഷെ ഇവർക്ക് കൂടുതൽ ഇഷ്ടം ആരടുത്തായിരിക്കും? ഈ 5 മിനിറ്റ് വന്നിരുന്ന് സുഖമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ സുഖമില്ലേ എന്നൊക്കെ ചോദിച്ച്, ആഹാരം കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരടുത്തായിരിക്കും. കാരണം എന്താണ്? ഈ പെണ്ണ് 5 മിനിറ്റേ ഇവള് ഇറങ്ങി വരുന്നുള്ളെങ്കിൽ ആ 5 മിനിറ്റ് കൊണ്ടുള്ള ആ സംസാരത്തിൽ അവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അതായത് അവിടെ പരിഗണന കിട്ടുന്നുണ്ട്. സുഖാണോ, ഉറങ്ങിയോ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അവർക്ക് പരിഗണന കിട്ടുന്നുണ്ട്. ഇവള് രാവിലെ മുതലേ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് അവരടുത്ത് പോയിട്ട് സുഖാണോ എന്ന് ചോദിക്കാനുള്ള ഒരു ടൈം നമുക്ക് ഉണ്ടാവില്ല. ഭയങ്കര സ്ട്രെസ് ആയിരിക്കും എപ്പോഴും. കാരണം ഇവരുടെ ഈ വയസ്സായവരല്ലേ, അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പലരും നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഒരു അയൽവാസി ഒരു സ്ത്രീയുണ്ട്, ഭയങ്കര സങ്കടമാണ് എപ്പോഴും വന്നിട്ട്, ഭർത്താവിന്റെ ദേഷ്യം. അവര് പറയുന്നത് പുറത്തോട്ടൊന്നും കൊണ്ടുപോകണ്ട, ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു തരണ്ട. ഓരോരുത്തര് അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. അയാള് പുതിയ കാർ എടുത്തു, വൈഫിനെയും കൊണ്ട് പോയി, വൈഫിന് പുതിയ ബൈക്ക് എടുത്തു. അപ്പൊ ഇതൊക്കെ ഇവര് കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതൊക്കെ കണ്ടിട്ടായിരിക്കും നിനക്ക് ആ വിഷമം വരുന്നത്. അതൊന്നും അല്ല, എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് ഇതൊന്നും ചെയ്തു തരണ്ട, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി. അവസാനം ഇദ്ദേഹമായിട്ട് ഞാനിങ്ങനെ കുറേ സമയം ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ ഇവര് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തോട് പറഞ്ഞില്ല. ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി. എന്റെ ഹസ്ബൻഡിന് കൂട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഇദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. വീട്ടിൽ എങ്ങനെയാണ്, കുട്ടികൾ പഠിക്കുവോ, അങ്ങനെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തിരക്കി. കാരണം ഇദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള ആ ഒരു ഇത് നമുക്ക് അറിയണമല്ലോ. അപ്പൊ പുള്ളി വൈഫിനെയും കുട്ടികളെയും പറ്റി എനിക്ക് കുറ്റം പറയാൻ ഒന്നുമില്ല, അവള് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് ആണ്, അങ്ങനെയാണെന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് ഇത്ര സമയമായിട്ടൊന്ന് വിളിച്ചു നോക്കിയോന്ന്. അപ്പൊ എന്റെ സിസ്റ്ററുണ്ട്, ഞാനും കൂടെ ഇദ്ദേഹത്തെ ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കും, ഒന്ന് വിളിക്കും മനുഷ്യ, ഞങ്ങൾ എന്താ ഇങ്ങനെയെന്ന്. ഇയാൾ എടുത്തു വെച്ച് ഫോണ് നമ്മളെ നിർബന്ധം കൊണ്ട് വിളിച്ചു. അപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഇയാൾ എന്താ പറയുന്നത്. എടുത്ത ഉടനെ ചോദിക്കണം, കുട്ടികൾ എന്ത് ചെയ്യണ്, കുട്ടികൾ ഉറങ്ങിയോ? നമ്മൾ ഒന്ന് ആശിപ്പിച്ച്, രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഒന്ന് ആശിപ്പിച്ചു. കാരണം നമ്മൾ ഇതല്ല പ്രതീക്ഷിച്ചത്. അപ്പൊ ഇത് സംസാരിച്ച് കട്ട് ചെയ്ത് വെച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഒരു വാക്ക് ഫുഡ് കഴിച്ചോ എന്നൊരു വാക്ക് നിങ്ങൾ അവരോട് ചോദിച്ചോന്ന്. അത് അവര് ഫുഡ് ഉണ്ടാക്കുന്ന അവരല്ലേ, അവരെടുത്ത് കഴിച്ചോളൂ. അങ്ങനെയല്ല മനുഷ്യ, നിങ്ങളൊന്ന് ചോദിക്കണം, നിങ്ങൾ ഫുഡ് കഴിച്ചോ, എന്താണ് എന്നൊക്കെ ചോദിക്കണം. അവസാനം ഇയാളെ രണ്ടുപേരോട് പറഞ്ഞൊരു പരുവത്തിലാക്കി. ഇന്നലെ ഞാൻ ആ വീട്ടിൽ പോയപ്പോ വൈഫ് എന്നോട് പറയണം, എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടേ, ഞാൻ എങ്ങനെയാ മാറേണ്ടേ, എന്റെ എന്ത് സ്വഭാവം മാറ്റേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി തുറന്ന് സംസാരിച്ചു. അതായത് നിങ്ങളെ ദേഷ്യം കുറച്ചാൽ മാത്രം മതി. അതായത് എന്ത് പറഞ്ഞാലും ചാടിക്കടിച്ചിട്ട് നിൽക്കും. അപ്പൊ ഇദ്ദേഹം കൊച്ചുനാൾ മുതലേ ഇങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ ഉമ്മയും വാപ്പയൊക്കെ പറയാറുണ്ട്, ഇദ്ദേഹം ഭയങ്കര ദേഷിക. പക്ഷെ പുറമേ പോയിട്ട് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. നമുക്കായാലും പാതിരാത്രി വരെ ആയാലും നിന്ന് കടയിലൊക്കെ നിന്ന് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര നാട്ടുകാർക്ക് മൊത്തം സഹായിയാണ്. പക്ഷെ സ്വന്തം വീട്ടില് സിംഹമാണ്, ഗർജിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ നമ്മളിവിടെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് നമ്മളൊരു കിങ് മേക്കറുടെ മൈൻഡ് സെറ്റ് ആവുക എന്നുള്ളതാണ്, കിങ്ങിന്റെ മൈൻഡ് സെറ്റ് ആവുക എന്നുള്ളതാണ്. അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. കിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കിങ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ബർഗർ മൈൻഡ് സെറ്റാണ്, ഒരു യാചകന്റെ മൈൻഡ് സെറ്റാണ്. ഞാൻ അയാൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തില്ലേ, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷെ ആ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നമ്മള് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും എന്നുള്ള ഒരു കച്ചവടമല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു മാനസാന്തരം വരും. ചില ആൾക്കാരൊക്കെ പറയാം, ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും നന്ദിയില്ല, എന്ത് ചെയ്തു കൊടുത്താലും നന്ദിയില്ല. അത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതുപോലെ അവരുടെ മെന്റൽ കോഡ് അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും
ഇത് ഇപ്പൊ ലവ് ലാംഗ്വേജ് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഒരുപാട് ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനെയർ ഇങ്ങനെ കിട്ടും. ജസ്റ്റ് അത് വായിക്കുക. അത് നല്ല സമയത്താണെങ്കിൽ, വൈഫുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ നമുക്ക് അവരോട് പോയിട്ട് ചോദിക്കാം, എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ എങ്ങനെ ആവണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് പറയാം. അതുപോലെ നമ്മള് എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ ആവണം എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റിൽ വൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവർക്ക് ദേഷ്യം വരും. അപ്പോൾ ഇപ്പോ വീടൊക്കെ ക്ലീൻ ചെയ്തിടുമ്പോൾ എന്തെങ്കിലും ഒരു പൊടി ഇരിക്കുമ്പോൾ ആ പൊടിയായിരിക്കും ഇയാളുടെ കണ്ണിപ്പെടുന്നത്. ഇത്രയും വൃത്തിയാക്കിയിട്ട ഒന്നും ഇദ്ദേഹത്തിന്റെ കണ്ണിപ്പിടിക്കൂല, ഈ പൊടിയായിരിക്കും കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് അയാൾ വഴക്കുണ്ടാക്കും. അപ്പോ ഭാര്യ എന്ത് പറയും, ഇത്രയും ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ പറയുന്നതിന് പകരം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് അഭിനന്ദിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ നിങ്ങൾക്കൊന്ന് അഭിനന്ദിച്ചൂടെ, നിങ്ങൾക്കൊരു നല്ല വാക്ക് പറഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ കുറെ കൂടി വയലന്റ് ആവും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ പറയണമെന്നാണ് എന്റെ ആഗ്രഹം, അങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോൾ അവിടെ വയലന്റ് ആവില്ല, ആ വയലന്റ് അങ്ങ് നിർത്തിവെക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ, നമുക്ക് നല്ല നല്ല വാക്കുകൾ പറയാം. പിന്നെ ആക്ട് ഓഫ് സർവീസ്. ഇപ്പൊ വൈഫ് കുട്ടികളെ രാവിലെ അവർ ചിലപ്പോൾ കിച്ചണിലാണെങ്കിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ആ കുഞ്ഞു മക്കളെയൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കാം, അവരുടെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കാം, ഈ കുട്ടികൾക്ക് ബുക്ക് വാരി വെച്ചു കൊടുക്കാം. അപ്പൊ അവർക്കതൊരു സഹായമാണ്. സഹായം മാത്രമല്ല, ഒട്ടും അങ്ങനെ ചെയ്യാത്ത ഭർത്താവ് ഒരു ദിവസം പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൊള്ളാലോ, ഇദ്ദേഹത്തിന് മാറ്റം വന്നല്ലോ എന്ന് അവർക്ക് ആ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ വരുന്നത് റിസീവിങ് ഗിഫ്റ്റ്, വല്ല ഒരു എന്തെങ്കിലുമൊക്കെ അല്ലെ, നമ്മുടെ പോക്കറ്റിൽ വലിപ്പം അനുസരിച്ച് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ക്വാളിറ്റി ടൈം, അവരുമായിട്ട് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫിസിക്കൽ ടച്ച്, എപ്പോഴും ചില ഭാര്യമാരെന്ന് പറയുന്നത് ചില അവർക്കൊരു കംഫർട്ട് സോണിലായിരിക്കും എപ്പോഴും. അപ്പൊ അവർക്ക് എന്താണ്, ഈ അമ്മക്കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന മാതിരി ഭർത്താവ് കൊണ്ട് നടക്കണം, അതാണ് അവരുടെ ഇഷ്ടം. അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്നതാണ് പല ഭാര്യമാർക്ക് ഇഷ്ടം. അപ്പൊ ഈ റിസീവിങ് ഗിഫ്റ്റ് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലാസ്, ഈ ലവ് ലാംഗ്വേജിന്റെ ക്ലാസ് പഠിപ്പിച്ച സമയത്ത് ഒരു സ്റ്റുഡന്റ് ഒരു വീഡിയോ ഇട്ടു, ഒരു രസകരമായ ഒരു വീഡിയോ. അതായത് അത് ഒരു ഭർത്താവ് അവന് ഭാര്യ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് അവൻ അറിയില്ല. അപ്പൊ ഇവര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് കൂടെന്ന് പറഞ്ഞു. അപ്പൊ ഇവന് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കണോന്ന് പോലെ അറിയാം, അവനൊരു പൊട്ടനാ. അവൻ ഞാൻ പറയും, അപ്പൊ വന്നിട്ട് പറയും, ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയും. അപ്പൊ ഇയാൾ പറയും, എന്ത് ഗിഫ്റ്റാന്ന് ഇവള് ചോദിക്കുമ്പോ എന്തായിരിക്കും എന്ന് ചോദിക്കും. അതൊരു പാകിസ്ഥാനി ഡ്രാമയാണ്. അപ്പൊ ഇവളെടുത്ത് ഇങ്ങനെ ചോദിക്കും, അവൻ പറയും എന്താന്ന് പറയും. അപ്പൊ അവള് പറയും ഡയമണ്ട് റിംഗ്, ഡയമണ്ട് നെക്ലസ്, അങ്ങനെ ഓരോ സാധനങ്ങൾ, വില കൂടിയ കുറെ സാധനങ്ങളുടെ പേരൊക്കെ പറയും. അപ്പൊ അവസാനം ഇവ ഇങ്ങനെ ഒരു കീസ് എടുത്ത് ഇങ്ങനെ കാണിക്കും, അതിൽ നിറയെ ഒരു 5 മുട്ട. അപ്പൊ അവൾക്ക് ദേഷ്യം വരും. അവള് തിരിഞ്ഞു നിന്നിട്ട് എന്തൊക്കെയോ വഴക്കം പറഞ്ഞിട്ട് നിന്ന് ഇങ്ങനെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കും. പിറ്റേന്ന് വന്നിട്ട് ഇന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പൊ മുട്ട, അപ്പോഴാണ് അല്ല, അപ്പൊ ഡയമണ്ട് റിംഗ്, അല്ല അപ്പൊ ഡയമണ്ട് നെക്ലസ്, അങ്ങനെ പിന്നെയും വില കൂടിയ സാധനങ്ങൾ. അപ്പോഴാണ് അയ്യോ ഇങ്ങനെ പൊക്കി കാണിക്കും 2 സോക്സ്. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പൊ അവരെ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അവസാനം ഇവര് ടൂർ പോകാനായിട്ട് പോകുമ്പോഴത്തേക്ക് ആ വീട്ടിൽ ഏതൊരു മിഥുന സിനിമയിലും ഉണ്ട് ആ രംഗം. വീട്ടിലുള്ളതും അയൽവാസികളും എല്ലാം കൂടി ആ വണ്ടിയിൽ ഇടിച്ചു കയറി പോകുന്ന ഒരു രംഗം. ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷെ കോമഡി ആണെങ്കിലും അതിൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. അതായത് നമ്മളുടെ അവസ്ഥ അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുക, അതെന്തോ ആയിക്കോട്ടെ, ഒരു ഡ്രസ്സോ, അതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് വരുമാന മാർഗം ഇല്ലാത്തവരാണ് പലരും. അപ്പൊ ഇപ്പൊ ഒരുപാട് കോഴ്സുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ പ്രൊമോട്ട് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കും. നല്ല പോലെ ലേഡീസ് വീട്ടിൽ ഇരുന്നിട്ടൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം എടുത്തിട്ട് ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. ഇനി ജോലിയുള്ളവരാണെങ്കിൽ അവർക്ക് കിട്ടുമ്പോൾ ഒരു അതായത് ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും വരുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ മേടിച്ചിട്ട് അവർക്കൊരു പരിഗണന നമ്മൾ കൊടുക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മാത്രം മതി ഒരു ലൈഫ് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ. അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. ഈ പരിഗണന, ഈ ഫിസിക്കൽ ടച്ച്, ഈ ക്വാളിറ്റി ടൈം, റിസീവിങ് ഗിഫ്റ്റ്, ആക്ട് ഓഫ് സർവീസ്, അതുപോലെ അഫർമേഷൻ. വേർഡ്സിനൊക്കെ നമ്മുടെ ലൈഫ് വളരെ പ്രാധാന്യമുണ്ട്. ഈ കൊടുക്കുന്ന അഫർമേഷൻസ് എന്ന് പറയുന്നത് ഈ സ്ത്രീയെ മാത്രമല്ല, അവൾക്ക് ഉണ്ടാകുന്ന ഒരു പക്ഷേ ഒരു പ്രഗ്നൻസി ലേഡി ആണെങ്കിലും അവരുടെ
ആ കുഞ്ഞിൽ പോലും അവരുടെ ആ സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ്. അതേസമയം ആ സമയത്ത് ഉണ്ടാകുന്ന ഡിപ്രഷനോ അത് പ്രസവം കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അവർ പോകും. അപ്പോൾ അത് നമ്മുടെ വാക്കുകൾ, വളരെ മയമുള്ള വാക്കുകൾ നമുക്ക് അവരുടെ അടുത്ത് പറയാന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഇനി നമ്മുടെ ലൈഫ് നല്ല സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ലവ് ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ നല്ലതുപോലെ ഇരിക്കുന്ന ടൈമിൽ വന്നിട്ട് അവരോടൊപ്പം ഇരുന്നു കൊണ്ട് അവരോട് ചോദിക്കാം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ മാറേണ്ടത്. ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും, പക്ഷെ ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവര് നല്ലപോലെ ഇരിക്കുന്ന ഒരു ടൈം ഉണ്ടാവില്ല, നമ്മുടെ അടുത്ത് സ്നേഹം തോന്നി എപ്പോഴും ദേഷ്യമൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ നല്ലപോലെ ഇരിക്കുന്ന ഒരു ടൈമിൽ പോയിട്ട് അവരോട് ചോദിക്കാം, ഞാൻ എങ്ങനെ മാറണം, എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ലവ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കണം, അൺകണ്ടീഷണൽ ആയിരിക്കണം എന്നൊക്കെ മനസ്സിലായി കാണും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചോദിക്കാം, ഞാൻ എങ്ങനെ ആവണം എന്നൊക്കെ. അപ്പൊ ഞാൻ ഈ ഒരു ബ്ലാക്ക് പൊസിഷൻ ഉണ്ട്, നമ്മൾ ദേഷ്യം, വാശി, അങ്ങനെയൊക്കെ ഉള്ള കുറെ ദുശീലങ്ങളുള്ള ഒരു മനുഷ്യന് നല്ല ശീലങ്ങളുണ്ട്, ദുശീലങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ഇണയോട് പോയി ചോദിക്കാം, എനിക്ക് എന്തൊക്കെ ദുശീലങ്ങളാണുള്ളത്, ഞാൻ എങ്ങനെയൊക്കെ മാറ്റണം എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. എന്നിട്ട് അത് മാക്സിമം അത് വരാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. എന്തായാലും നമ്മുടെ ലൈഫ്, നമ്മുടെ വിംബിൾ അക്കാഡമിയിൽ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലവ് ലാംഗ്വേജ് ഒരു പുതുമയുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല എന്നറിയാം. എങ്കിലും ഞാൻ പറയാണ്, നമ്മൾ അവരോട് നമ്മളെ ഇണകളോട് സംസാരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ പാതിരാത്രി വരെയൊക്കെ ഇരുന്ന കാര്യം പറഞ്ഞിട്ട് അവരുടെ ഉറക്കം കളയല്ല, ഒരു കുറച്ച് സമയം അവരായിട്ട് സംസാരിക്കാം. നമ്മൾ എത്രയോ സമയം പുറത്തേക്കൊക്കെ പോയിരിക്കും, അപ്പൊ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുക, കുട്ടികളോടൊപ്പം കളിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ കളികളിൽ ഏർപ്പെടുമ്പോൾ അത് ആ കുട്ടികൾക്ക് മാത്രമല്ല, ആ ലൈഫ് മൊത്തത്തിൽ ഒരു വൈകാരിക ബന്ധം നിലനിർത്താനൊക്കെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും, എനിക്ക് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കേണ്ട. ഇനി അങ്ങനെ സങ്കടം വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ മെന്റൽ കപ്പാസിറ്റി കൂട്ടാൻ, മെന്റൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള തെറാപ്പികളൊക്കെ ഉണ്ട്. വരും ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയും നിങ്ങൾക്ക് കേട്ടതിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നും ചോദിക്കാനില്ലേ? മാം രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, അത് മനസ്സിലായില്ല കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ആക്ട്സ് ഓഫ് സർവീസ്, ACTS, ആക്ട്സ് ഓഫ് സർവീസ്. ഓക്കെ. അതായത് നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുക്കാം. അത് ഒരു സംശയം, ഈ കൂട്ടുകുടുംബക്കാർ നിൽക്കുന്ന ഒരു കുടുംബ ജീവിതത്തില്, അതായത് ഒരുപാട് മെമ്പേഴ്സ് ഉള്ള പല മേഖലയിൽ പല ലൊക്കാലിറ്റിയും കാണാറുണ്ട്, 10-15 മെമ്പേഴ്സ് ഉള്ള. അന്നപ്പോ അവിടെയൊക്കെ നമ്മൾ പൊതുവായിട്ട് കാണാറുണ്ട് ആണുങ്ങൾ സെപ്പറേറ്റും പെണ്ണുങ്ങളൊക്കെ. ചിലപ്പോ അവര് ഒരു ബെഡ്റൂമിൽ മാത്രം ഒരു ദിവസം അവർ കാണും. ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവരെ, നമുക്ക് ഈ പറഞ്ഞോണ്ട് ഈ ടൈമിങ്ങും അതുപോലെ ഗിഫ്റ്റും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് ചോദ്യം പറ്റൂല? മനസ്സിലായെന്ന് വിചാരിക്കും. മനസ്സിലായി. ഞാനും കൂട്ടുകുടുംബത്തിലാണ് ഫസ്റ്റ്. ഈ ഒരു 10 വർഷത്തോളം അവിടെ ആയിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ്, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുള്ളി ആരും കാണാണ്ട് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് എന്റെ റൂമിൽ കൊണ്ട് തരുമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആയപ്പോൾ നമ്മളത് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോ അമ്മായി ഇത് കഴിക്കാറില്ല, കാരണം അവർക്ക് ഷുഗർ ഉണ്ട്. പിന്നെ അമ്മാവും പുറത്തായിരിക്കും, കുറച്ച് താമസിച്ചിട്ടൊക്കെ വരുള്ളൂ. അപ്പൊ ഈ പുള്ളി എനിക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ട് തരാറുണ്ട്. പക്ഷെ അത് കല്യാണത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ. ഇപ്പൊ കുട്ടികളൊക്കെ ആയപ്പോ നമ്മുടെ ആ കുട്ടിത്വമൊക്കെ അങ്ങ് മാറി. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്വകാര്യത നമുക്ക് അവിടെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഗിഫ്റ്റ്, കൂട്ടുകുടുംബത്തിലാണെങ്കിൽ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാമല്ലോ. കൊടുക്കാം. പക്ഷേ ഞാനിപ്പോ അടുത്ത കാലത്ത് ഒരു കേസ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ ഒരാൾക്ക് കൊടുത്തത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫാമിലി മൊത്തം അതിലൊരു വ്യാപാരം നിശ്ചയിക്കുന്നുണ്ട്, ബാക്കി ആർക്ക് എന്ത് കൊടുക്കണം. ചുരുക്കം പറഞ്ഞാൽ ഒരു പേഴ്സണലി ഒരു പ്രൈവസി പോലും അവരുടെ ലൈഫിലില്ല. ഒരു കുട്ടിയാണ് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അന്നപ്പോ ഈ ഞാനൊരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെ, മനസ്സിലാവും. കാരണം എന്റെ വീട്ടിൽ ഒരു ബാഗ് ഒരിക്കൽ ഹസ്ബൻഡ് കൊണ്ടുവന്നു. അപ്പൊ അതിനെ ചൊല്ലി ചെറിയ ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, 3 ബാഗ് വാങ്ങിക്ക്. 3 ബാഗ് വാങ്ങിച്ചിട്ട് ആ 3 ബാഗിലാണെങ്കിലും ഒന്ന് എനിക്ക് തന്നിട്ട് ഇതിൽ ഇഷ്ടപ്പെട്ടത് അവരെടുത്തോട്ടെ. അപ്പൊ നമ്മൾ കൂടി അവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുകയാണ്.
പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടു. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു, എനിക്ക് കിട്ടാനുള്ളത് എനിക്കും കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ അവർ ഈ വന്നു കയറിയ ആളൊന്ന് ഒരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് അത് ഇതാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പുറത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാലോ. ഓക്കെ, താങ്ക് യു. കൂട്ടുകുടുംബത്തില് അത് വളരെ വിഷയമുള്ള കേസുകളാണ്. നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉള്ളതുപോലെ അല്ല. എങ്കിലും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ, കുറച്ച് സമയം എല്ലാവരും കൂടെ ഇരുന്നാലും ഭാര്യയുടെ അടുത്ത് വന്നിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാലോ. ഇപ്പോഴും പല ഇങ്ങനെ കൂട്ടുകുടുംബത്തിലുള്ള ഒരു ചിന്താഗതിയുണ്ട്. ബെഡ്റൂമിൽ മാത്രം ഒന്നിരിച്ചിരിക്കാവോ, അല്ലെങ്കിൽ പുറത്തൊന്നും കൊണ്ടുപോകില്ല. അങ്ങനത്തെ കുറെ പെൺകുട്ടികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്, കാര്യങ്ങൾ വിഷമം പറയാറുണ്ട്. ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. അതാണ് ആണും പെണ്ണും സംസാരിക്കുന്നത് ബെഡ്റൂമിൽ നിന്നാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ 1-2 ഫാമിലിക്ക് അടുത്ത് റീസെന്റ് വന്ന കേസിൽ ഇവര് പറഞ്ഞത് ഇവര് രാത്രി മാത്രമേ ഭർത്താവിനെ കാണൂ സംസാരിക്കാന്, പകലൊന്നും വീട്ടിലുണ്ടെ തന്നെ അടുത്ത് വരും. ആ വീട്ടിലെ ശീലങ്ങൾ അതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഗിഫ്റ്റും ക്വാളിറ്റി ടൈമും പരിഗണനയും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഒരു പുതിയൊരു ലൊക്കാലിറ്റിയിൽ നിന്നും മറ്റൊരു ലൊക്കാലിറ്റിക്ക് പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണല്ലോ പോകുന്നത്. അന്നപ്പോ ആ പ്രതീക്ഷകൾ ചിലപ്പോൾ അവിടെ ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ പല പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതാണ്, ഇങ്ങനെയുള്ളവരോട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ, എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകൂ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കൊടുക്കേണ്ടത് ഒരു മെന്റൽ സ്ട്രെങ്ത് അവർക്ക് കൊടുക്കുകയാണ്, മെന്റലി അവരെ സ്ട്രോങ് ആക്കുകയാണ് വേണ്ടത്. അതിന് ഭർത്താവ് മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോ ഒരു വീട്ടില് ഒരു ഏട്ടന്റെയും ഒരു അനിയന്റെയും 2 ഭാര്യമാരുണ്ട്. അനിയനോ ഓർ ഏട്ടനോ സ്ഥലത്തില്ല. ഈ സമയത്ത് നമ്മള് ഇപ്പോ ഏട്ടനാണ് സ്ഥലത്തുള്ള, അനിയൻ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ 2 ഭാര്യമാരുള്ള ഇപ്പൊ അനിയന്റെ ഭാര്യയും ഏട്ടന്റെ ഭാര്യയും ഒരു സ്ഥലത്തുള്ള സമയത്ത് ശരിക്കും നമ്മള് അവിടെ സ്ഥലത്തുള്ള ആളുകളെ ഭാര്യയ്ക്ക് 100% പരിഗണന കൊടുക്കുക എന്നുള്ളതൊരു വിഭാഗീയത, ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടാക്കൂലേ? അത് ഉണ്ടാവാറുണ്ട്. അത് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ റിസ്കി ആയി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒന്നുകിൽ നമ്മളുടെ പ്രൈവസി അനുസരിച്ച് മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ 2 പേർക്കും ഇപ്പൊ ഒരു നൈറ്റി വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അനിയത്തിക്കും അവർക്കും കൊടുക്കാം. അത് വൈഫിന്റെ കയ്യിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് പറയാം, ഇത് സിസ്റ്റർക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് ഒന്ന് അവർക്ക് കൊടുത്തോ എന്ന് പറയാം. അങ്ങനെ അവരെ പരിഗണിക്കാം. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും. അതൊരു ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. എന്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നപ്പോ എന്റെ ഹസ്ബൻഡിന്റെ ബ്രദർ, പുള്ളിക്കാരൻ എന്ത് കൊണ്ടുവന്നാലും 2 എണ്ണം കൊണ്ടുവരും. എന്നിട്ട് പുള്ളിക്കാരത്തിയുടെ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് അവർക്കൂടെ കൊടുത്തോ എന്ന് പറയും. പക്ഷെ ഞാനത് ഇതാക്കുന്നില്ല. ഞാൻ പറയാം, നീ എടുത്തോ, കുഴപ്പമില്ല, ഞാനെങ്ങും പോകുന്നില്ലല്ലോ, ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാന്നൊക്കെ പറയും. അപ്പൊ അവള് വന്നതിന് ശേഷം ഞാനും പറയും, അനിയ എനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്, അവൾക്കോട് മേടിക്കണമെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഈ വന്നു കയറിയവര് തമ്മിലുള്ള ഒരു ഐക്യമാണ് അവിടെ. അത് ഉണ്ടാക്കിയെടുക്കണം. 2 പേരും 2 സാഹചര്യത്തിൽ വരുന്നവരാണ്. പക്ഷെ നമ്മളിവിടെ വന്നു കയറിയതിനു ശേഷം എന്നെ കുറെ അവൾ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അധികം സംസാരിക്കാത്ത കുട്ടിയായിരുന്നു, അത് മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ അവൾ എന്നെക്കാളും നല്ല ഇതായി. ഓക്കെ, എന്തെങ്കിലും ഫീഡ്ബാക്ക്, അടുത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും? ഫീഡ്ബാക്ക് പറയാന് നല്ല ക്ലാസ് ആയിരുന്നു. അപ്പോ യഥാർത്ഥത്തില് ഈ വൈവാഹിക ജീവിതം അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അതിനേക്കാൾ ഉപരി അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല കുറെ അറിവുകൾ കിട്ടി. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഇപ്പൊ ചെറിയ ക്വസ്റ്റ്യൻസ് ഇപ്പോ നിസാബ് സാറും രമേശ് സാറ് ചോദിച്ചല്ലോ, ഏകദേശം അതുപോലെ തന്നെയാണ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ടോട്ടലി നല്ല ക്ലാസ് ആയിരുന്നു. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോ തന്നെ അവിടെ നമുക്കൊരു സന്തോഷം കൊണ്ടുവരാൻ പറ്റും. അവിടെ ഒരു മെന്റൽ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാതിരിക്കുക, പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കണമെന്നില്ല. ബിന്ദു മാം, താങ്ക് യു മാം. അപ്പോ എനിക്ക് എന്റെ വാക്കുകളൊക്കെ, എന്റെ ക്ലാസ്സുകൾ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ താങ്ക്സ് പറയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും നന്ദിയും കടപ്പാടും ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഫൈസൽ സാർ. അത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. ഫൈസൽ സാറാണ് എന്നെ പിങ്ക് ജോബിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ അത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രംഗത്തേക്കൊക്കെ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് ഫൈസൽ സാറാണ്. ഞാൻ പ്രത്യേകം സാറിന് താങ്ക്സ് പറയുന്നു.
മാം ഒരു സംശയം ചോദിച്ചോട്ടാ. ആ ഇപ്പം നമ്മള് ഇപ്പം ഒരു കുടുംബത്തില് വ്യത്യസ്തമായ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നു. ഇപ്പം കുട്ടികൾക്ക് വേറൊരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും നമ്മുടെ ഈ സിനിമ സീരിയല് ഒത്തിരിയും ബാധിക്കുന്നുണ്ടോ ജീവിതത്തെ? സീരിയലില്ലേ ടിവിക്കകത്തെ ടി.വി. സീരിയൽ സീരിയലുകള്. എനിക്ക് ക്ലിയർ ആയില്ല. സീരിയൽ നമ്മളെ ലൈഫിനെ ബാധിക്കുന്നു എന്നാണോ? അല്ല ജീവിതത്തിലെ കൊച്ചു പെൺപിള്ളേർ അതൊക്കെ അനുകരിച്ച് അല്ലെങ്കിൽ എല്ലാം ഈ അമ്മായിയമ്മ പോരും മരുമകൾ പോരും അല്ലേ നമ്മൾ കാണാറുള്ളത്. അതൊക്കെ ജീവിതത്തെ ഫസ്റ്റ് ബാധിക്കാറുണ്ടോ? ഞാൻ സീരിയല് തന്നെ ഒരു സ്റ്റുപ്പിഡിറ്റിയാണ്. സീരിയലേ ഒരു സ്റ്റുപ്പിഡിറ്റിയാണ്. അപ്പൊ പിന്നെ ആ ക്വസ്റ്റ്യന് ഒരു പ്രസക്തിയില്ല. ഈ വിംബിൾ അക്കാഡമിയിൽ വന്നവരാരും സീരിയൽ കാണാത്തവരാണ് എന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം അതില് ഇപ്പൊ ഇന്നലെ തന്നെ ഒരു കോമഡിയിൽ ആരോ പറയുന്ന കേട്ടോ, രാത്രിയിൽ അല്ല ക്ലാസ്സിൽ എന്തോ ഒരു ക്ലാസ്സിൽ തന്നെ പറയുന്ന കേട്ടോ, രാത്രിയിൽ പോലും പട്ടുസാരി ഉടുത്തിട്ട് വന്ന് പച്ചക്കറി അരിയുന്ന അമ്മമാര്. ഇതൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്ന കാര്യമാണ്. എത്ര വലിയ പണക്കാരെന്ന് പറഞ്ഞാലും പട്ടുസാരിയും മൊബൈൽ ജുവലറി പോലെ വന്നെന്ന് മേഡം അതൊക്കെ. ഹലോ ഉം. ഒരു കാര്യം ഒന്ന് ഇടപെട്ടോട്ടെ. പറഞ്ഞോളൂ. ഈ സീരിയലിന്റെ ഒക്കെ കാലം ശരിക്കും പറയുകയാണെങ്കിൽ എടുത്ത് കഴിഞ്ഞു പോയില്ലേ? ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറയണോ? ഇപ്പൊ അതാണ് ന്യൂ വേർഷൻ ആയില്ലേ? സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ ഇപ്പൊ സീരിയലിലൊന്നും ആളുകളില്ല. അധിക സമയം പിന്നെ ഇൻസ്റ്റയിലും മൊബൈലും മറ്റുള്ള സോഷ്യൽ ആപ്പുകളൊക്കെ അല്ലേ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ സീരിയൽ കാണുന്നില്ല. ആ ശബ്ദം എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ. ആരാണ് സംസാരിച്ചത്? ഞാൻ സുൽഫിക്കർ അലി പറയും, എടത്തനാട്ടുകര. നാട്ടുകാര. ഞാൻ 1-2 ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഓൺ ചെയ്തോ അപ്പൊ കാണാൻ. ഈ സബ്ജക്റ്റ് ആയിട്ട് ജാസ്മിൻ മാം, പറഞ്ഞു മാം. ഞാൻ ക്ലാസ് ഈ ഒരു എന്താ പറയാ ലവ് ലാംഗ്വേജ് അല്ലെ, ഒരു സ്നേഹഭാഷ. അപ്പൊ ഈ സ്നേഹഭാഷ എന്ന് പറയുമ്പോ ഞങ്ങളുടെ ICDSന്റെ ഒരു തീം അതാണ്, സ്നേഹമാണ് ഭാഷ, കളിയാണ് രീതി എന്നാണ്. അപ്പോ അങ്ങനെ നമ്മള് സ്നേഹം കൊടുത്തുകൊണ്ട് മാം പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങോട്ട് എന്തും തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടല്ല ഒരു കാര്യം അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മൾ കൊടുക്കുമ്പം കൊടുക്കുന്ന, ഇപ്പൊ ഞാൻ ജാസ്മിൻ മാമിനാണ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ ഒരു പക്ഷെ അത് തിരിച്ചു കിട്ടുന്ന വേറൊരു വ്യക്തിയുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് ഇതിപ്പോ നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. മറ്റുള്ളവർ ചെയ്യിപ്പിക്കലും നമ്മളെ പണിയല്ല. അപ്പോ ഒരു ഭാഗത്ത് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് വിട്ടുകൊടുക്കുന്ന രീതി, വിട്ടുകൊടുക്കൽ രീതി, പിന്നെ വിട്ടുവീഴ്ച ഒക്കെ ഇതിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പോ ഈയിടെ ഞാനൊരു ചെറിയൊരു വീഡിയോസ് കണ്ടു. അതിൽ പറയുന്നുണ്ട് മുഹമ്മദ് നബി, അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടല്ലോ, പക്ഷെ അദ്ദേഹം പുറത്തു പോകുന്ന സമയത്ത് എല്ലാ ഭാര്യമാർക്കും ചുംബനം നൽകും അത്രേ. അപ്പോ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ആ ചുംബനം നൽകുമ്പോഴും നമ്മളൊന്ന് ഹഗ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് ഒരു പ്രത്യേക സന്തോഷ ഹോർമോൺ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു ദിവസം നമുക്ക് വളരെയധികം പിന്നെ ഭയങ്കരമായിട്ട് നല്ലൊരു ദിവസമായിരിക്കും, ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കും എന്നൊക്കെ ഒന്ന് പറയാം. പക്ഷെ നമ്മളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ, ഇന്ന് മാം പറഞ്ഞ പോലെയൊക്കെ ചെയ്യാതിരിക്കുന്ന കുറെ കാര്യങ്ങളാണിത്. ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിലൊക്കെ സക്സസ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂട്ടുകുടുംബമായാലും പിന്നെ ചെറിയ അണുകുടുംബമായാലും ഒക്കെ നമുക്ക് ഇത് ചെയ്യുന്നതിന് നമ്മൾ അതിൻ്റെതായ ഒരു രീതി ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഞാനൊക്കെ വലിയൊരു കൂട്ടുകുടുംബത്തിലുള്ളതാ. ആ ഒരു സമയങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളതായ കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മള് അണുകുടുംബമായപ്പോ എനിക്ക് തോന്നുന്നു അണുകുടുംബമായപ്പോഴാണ് അതൊക്കെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോ അങ്ങനെ ആവുമ്പോ കൂട്ടുകുടുംബത്തിൽ നിന്ന് നമുക്ക് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, നമുക്ക് മൊത്തത്തിലുള്ള വലിയൊരു പരിഗണന കിട്ടും. പ്രത്യേകിച്ച് ഹസ്ബൻഡിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്നൊക്കെ നന്നായിട്ട് ഒരു പരിഗണന കിട്ടും. എന്ത് കൊണ്ടുവന്നാലും വീട്ടിൽ മക്കൾക്കൊക്കെ മിഠായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം തരം ഞങ്ങൾക്കാ. അപ്പോ അതൊക്കെ തന്നെ പറഞ്ഞാൽ അങ്ങനെ കിട്ടുമ്പോ തന്നെ നമുക്കൊരു ഒന്നുമില്ലെങ്കിൽ ആ സമയം നമുക്കൊരു ഭക്ഷണം കഴിച്ചിട്ടും ഇല്ലെങ്കിൽ പോലും വയറ് നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഈ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പഠിക്കുക തന്നെ വേണം. പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിട്ടും ഒരു ഇതുണ്ടായിട്ടും ഞാനിത് കേൾക്കാത്തത് എന്താന്ന് വെച്ചാല്, എങ്ങനെ ആയിരിക്കും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നമുക്ക് കിട്ടാതെ പോകുന്നതും നമ്മൾ ചെയ്യാതെ പോകുന്നതും ഒക്കെ തന്നെയാണ്.
അപ്പോ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്ക്. ഇത് ചെയ്ത ജാസിമാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനെ ചുക്കാൻ പിടിക്കുന്ന നമ്മളെ ഫൈസൽ സാറിന് പ്രത്യേക നന്ദി പറയാണ്. കാരണം കൊടുത്ത കൊല്ലത്തും കിട്ടുന്നതിന് പകരം നമുക്കിപ്പോ കൊടുത്താൽ തൃശ്ശൂര് കിട്ടുമെന്ന് പറയേണ്ടടത്തേക്ക് എത്തി എന്നുള്ളത്. അപ്പോ അതാണ് ഇപ്പത്തെ തീം, അങ്ങനെ ആക്കി ഞാനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ജാസിമ. ആമിറിനെ എന്താ? താങ്ക് യു മാം. ഡൗട്ടും കൂടി. ചോദിച്ചോളൂ. ഈ ഒരു വളരെ നല്ല സബ്ജക്റ്റ് ആണ്. ആരും അത്ര ശ്രദ്ധിക്കാതെ പോയിരുന്ന വലിയൊരു സബ്ജക്റ്റ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ഹസ്ബൻഡും വൈഫും കപ്പിൾസ് ഒരു ചെറിയ കുട്ടികളുണ്ടായിരിക്കെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ലവ് ലാംഗ്വേജ് അവർ തമ്മിൽ ഒരുമിച്ച് പിന്നെ മക്കള് കാണുന്ന രീതിയിൽ അത്തരമൊരു ലവ് ലാംഗ്വേജിലൂടെ പോകുന്നത്, അതിന്റെ ഇമ്പാക്ട് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ മക്കളുടെ ഇടയിൽ? ഒരു ചുംബനം, ഒരു ഹഗ് എന്നും വലിയ പ്രോബ്ലം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് സ്വകാര്യതയിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുട്ടികൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അവർക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുന്നതായാലും പാറ്റോ സർവീസ് ആയാലും അതൊക്കെ കണ്ടു വളരുന്ന കുട്ടിക്ക് ആ ഒരു ഇത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ഭർത്താവ് തന്നെ കുട്ടികൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ഞാൻ പറയും വാപ്പച്ചിക്ക് കൊണ്ട് കൊടുക്കുമെന്ന് മക്കളോട് പറയാം. അപ്പൊ മക്കൾ കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും എനിക്ക് വേണ്ട ഉമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കുമെന്ന് പറയാം. അപ്പൊ മോള് വന്നിട്ട് പറയും വാപ്പച്ചിക്ക് കൊടുത്തപ്പോ പറഞ്ഞു ഉമ്മച്ചിക്ക് കൊടുക്കാം, ഉമ്മച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞ പറയാം വാപ്പച്ചിക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ, സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു മെസ്സേജ് നമുക്ക് അവിടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ചത് കൊണ്ടാണ് അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. എന്റെ ഒരു അഭിപ്രായത്തിലേ ഈ കുട്ടികൾ രക്ഷിതാക്കള് കുട്ടികൾക്കൊരു മാതൃക ആയിരിക്കണം. കാരണം കുട്ടികളുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ്. അപ്പൊ അവരുടെ തമ്മിലുള്ള സ്നേഹവും സംസാരവും ഒക്കെ കണ്ട് കുട്ടികൾ വളരുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നിരന്തരമായിട്ട് വഴക്ക് നടക്കുന്ന ഒരു ഭാര്യയും ഭർത്താവെന്ന് വിചാരിച്ചു. ആ കുട്ടികൾ അത് കണ്ടു വളരുമ്പോ കുട്ടികളും ആ രീതിയിലൊരു ക്രൂര മനസ്സുള്ള കുട്ടികളായിട്ട് വളരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എപ്പോഴും മാന്യമായ രീതിയിലുള്ള ഒരു സ്നേഹം കുട്ടികള് കാണണം. എപ്പോഴും ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഉപ്പ ഉമ്മ അവര് പരസ്പരമുള്ള സഹകരണവും അല്ലെങ്കിൽ നല്ല സഹവർത്തിത്വം ഒക്കെ കണ്ട് കുട്ടികൾ വളരുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരു സ്നേഹം ഉൽപ്പാദിപ്പിക്കും. സ്നേഹം കൂടുതൽ അവർ കാണുകയും അത് അവരുടെ ജീവിതത്തിൽ ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ എപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് ഒരു മാതൃക ആയിരിക്കണം എല്ലാ അർത്ഥത്തിലും. കാരണം അവരാണ് ആദ്യത്തെ വിദ്യാലയം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാലയം എന്തായാലും. അപ്പൊ നിരന്തരമായിട്ട് വഴക്കും പ്രശ്നങ്ങളും നടത്തുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ കുട്ടികളും ആ രീതിയിൽ സമൂഹത്തിൽ തന്നെ ഒരു ശത്രു മനോഭാവത്തിൽ വളരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സാർ. എന്നെക്കാൾ കൂടുതൽ മെസ്സേജസ് ഇവിടെ ഉള്ളവരെല്ലാം പാസ് ചെയ്തു. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരാൻ കഴിഞ്ഞത് തന്നെ വളരെ ഭാഗ്യം. താങ്ക് യു മാം. വെൽക്കം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഹലോ മാം. ആരാണ്? ഞാൻ അനീസ, മലപ്പുറത്തുനിന്ന്. പറഞ്ഞോളൂ, കേൾക്കുന്നില്ല എനിക്ക്. നേരത്തെ ഇയാള് പറഞ്ഞ പോലെ നമ്മള് പേരൻസ് കുട്ടികളെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റേത്. ഇപ്പോ നമ്മളൊരു ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതൊക്കെ മക്കൾ കാണണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോ അവര് ഇപ്പൊ ഒരു കുട്ടീന്റെ കാര്യം തന്നെ, കുട്ടി കല്യാണത്തിന് സമ്മതിക്കണില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ഈ കുട്ടിയോട് സംസാരിച്ചപ്പോ ഉമ്മയും ഉപ്പയും കണ്ടാൽ തമ്മിൽ അടിയാണ്. അപ്പൊ ഇതല്ലേ കല്യാണം കഴിഞ്ഞാൽ വരാൻ പോകുന്ന അവസ്ഥ, അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട, അതാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോ ശരിക്കും ഇപ്പൊ നമ്മളെ മക്കൾക്ക് മാതൃകയാണ്. കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഒരു ജീവിതമാണ് വരാൻ പോകുന്നത് എന്നത് നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോ ഒരുപക്ഷെ ഹഗ് ചെയ്യാം, അവര് മുന്നിൽ നിന്ന് നമുക്കൊരു കിസ് ചെയ്യാം, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് കെട്ടിപ്പിടിക്ക് നമ്മൾ സന്തോഷം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. എന്നാലല്ലേ അവർക്കും കുടുംബ ജീവിതത്തോടും സാമൂഹ്യ ജീവിതത്തോടൊക്കെ ഉള്ളൊരു പ്രാധാന്യം അവർ കാണുള്ളൂ. മാന്യമായ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യുന്നത്, മാന്യമായ രീതിയിൽ. അതെ. ഇപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മക്കൾ അസൂയയോടുകൂടി നമ്മുടെ അടുത്തോടി വരണം.
നടുവില് മോൻ വന്നിരിക്കും, ഞാനാണ് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ രണ്ടാളും അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മള് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. അതെ. അതേപോലെ അതുപോലെ ഒരു എനിക്ക് പോയിന്റ് കൂടി ഒരു പോയിന്റ് കൂടി പറയാനുള്ളത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിലൊക്കെ പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവും കുട്ടികളോട്, പക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യുന്നതോട് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് സ്നേഹമായിട്ട് മാറുന്നത്. പക്ഷെ നമ്മൾ ഉള്ളിൽ ഇഷ്ടമുണ്ട് കുട്ടികളോട്, പക്ഷെ നമുക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല. അവിടെയാണ് ഈ ലവ് ലാംഗ്വേജിന്റെ ഒക്കെ ഒരു പ്രസക്തി വരുന്നത്. അപ്പൊ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ കഴിയുമ്പോഴാണ് സ്നേഹമായിട്ട് മാറുന്നത്. അപ്പൊ അത് കുട്ടികളോട് എപ്പോഴും പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോഴാണ് നമുക്കത് ഇഷ്ടം സ്നേഹമായിട്ട് മാറുക. അതെ. യെസ്. അപ്പൊ അതുപോലെ ഞാൻ അതാണ് ലവ് ഫൈസൽ ലാംഗ്വേജ്. സാറോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഫൈസൽ സാറോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. അത് പൊതുവെ നമ്മളെ ക്ലാസ്സിനെ കുറിച്ചല്ല, ഇതിപ്പോ നമ്മൾ ഈ ടൈമിന്റെ കാര്യം 7:15 നമ്മളെല്ലാ ക്ലാസ്സും തുടങ്ങുന്നത്. അപ്പൊ അത് നമുക്ക് മഗ്‌രിബ് ബാങ്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ കൂടി നിസ്കാരം അതൊക്കെ കഴിഞ്ഞാൽ പഠനത്തിനൊക്കെ ഇരിക്കണ ഒരു ടൈം. അപ്പൊ മക്കളെ കൂടെ നമ്മൾ ഇരിക്കേണ്ട ഒരു ടൈമാണ്. അതൊന്നൊരു അരമണിക്കൂറോ ഒരു 8 മണിക്കോ ഇനി 7:45 തുടങ്ങായിരുന്നെങ്കിൽ ക്ലാസ്സുകളൊക്കെ കേൾക്കാനൊരു സൗകര്യം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് മോന്റെ കൂടെ കുറച്ച് സമയം ഇരുന്നാലല്ലേ അവനെന്തെങ്കിലും, നമ്മൾ ഇരിക്കേണ്ട ടൈമല്ലേ അപ്പൊ അവരുടെ കൂടെ. ഇനി ചെയ്യായിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു, സൗകര്യമായിരുന്നു എന്ന് മാത്രം. ഇനിയിപ്പോ അപ്പൊ നല്ല എല്ലാരെയും ക്ലാസ് ബുദ്ധിമുട്ട് ആയിരുന്നു നമ്മൾ മാം. നോക്കണല്ലോ. നല്ല ക്ലാസ് ആയിരുന്നു. സ്നേഹം പരിഗണനയുടേതാണ്, പരിലാളനയുടേതാണ്, അല്ലെങ്കിൽ ചേർത്ത് നിർത്തലിൻ്റെതാണ് ലവ് ലാംഗ്വേജ് എന്ന ആ ഭാഷ വരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും പ്രയോഗവൽക്കരിക്കാനൊക്കെ ഉണ്ട് ഈ പോയിന്റുകളൊക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. അനീസ മാം ഒരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു. നമ്മള് 8:30 നമുക്ക് ട്രെയിനിങ് ബാച്ചുകൾ ഉണ്ടാവും. അപ്പോൾ ആയതുകൊണ്ടാണ് നമ്മൾ 8:30 മുമ്പായിട്ട് ഇങ്ങനെ വെക്കുന്നത്. നമ്മളെ ഒരു എല്ലാ ആഴ്ചയിലും നടക്കുന്ന ട്രെയിനിങ് ബാച്ചുകൾ ഉള്ളത് കൊണ്ട് അപ്പൊ അതിലുള്ളവരൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ വന്ന് ഇൻട്രോ പറയുന്നതും ചിലപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ബാച്ചിൽ ഉള്ളവരായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു നേരത്തെ 7 മണിയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് 7:15 മുതൽ 8:15 വരെ എന്നൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം, പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് മറ്റു സമയങ്ങളിലേക്ക് ക്രമപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാം. നമ്മളുടെ ഒരു പിന്നെ വ്യത്യസ്ത സമയങ്ങളിൽ തന്നെ നടത്താനുള്ള ഒരു ആലോചനയുണ്ട്. ഈ രാത്രി തന്നെ നടത്തുന്നത് തന്നെ കുറച്ചും കൂടിയും വൈകിപ്പിച്ച് ഗൾഫിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ടൈമിങ്ങും, അതേപോലെ തന്നെ ഉച്ചക്ക് 2 മണിക്ക് കുറച്ചും കൂടിയും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ടൈമിങ്ങും ഒക്കെ അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും പങ്കെടുക്കാമല്ലോ, അങ്ങനെ വ്യത്യസ്ത ക്ലാസ്സുകൾ വരുമ്പോൾ. അതൊക്കെ നമ്മുടെ പരിഗണനയിലുണ്ട് കേട്ടോ. ഓക്കെ സാർ. പിന്നെ ഞാൻ റെക്കോർഡ് ക്ലാസ് കേൾക്കും, അതൊരു സൗകര്യം ഉണ്ട്. അതെ. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോയിമ്പിൾ അക്കാദമിയുടെ റെക്കോർഡ് അതിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇതുവരെ നടന്ന എല്ലാം അവൈലബിൾ ആണ്. മാത്രമല്ല എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ അതൊക്കെ പതുക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ്. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് എക്കാലത്തും പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം എഫക്റ്റീവ് ദാൻ റെക്കോർഡഡ് ക്ലാസ്. യെസ്, എക്സാക്ട്ലി. അതെ, തീർച്ചയായിട്ടും. അപ്പോ സ്നേഹം മനുഷ്യഭാഷ എന്ന് പറയും. മനുഷ്യഭാഷയാണ് ശരിക്കും സ്നേഹഭാഷ എന്ന് പറയുന്നത്. മനുഷ്യന്മാര് സംസാരിക്കേണ്ട ഒരു ഭാഷയാണ് ശരിക്കും സ്നേഹം. സ്നേഹം എന്ന ഒരു ഇമോഷനോ സ്നേഹം എന്ന ഒരു വികാരമോ ഈ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്തായിരിക്കും അവസ്ഥ എന്ന്, അല്ലെ? അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ സംസാരത്തിൽ പോലും സ്നേഹമുണ്ട്. ആ സംസാരം ഇവിടെ എന്ത് അവതരിപ്പിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ പറയാറുണ്ടല്ലോ. എന്നതുപോലെ തന്നെ ഈ സംസാരവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആളുകളോട് എങ്ങനെ സംസാരിക്കുന്നു, നമ്മളെ വീട്ടിൽ എങ്ങനെ സംസാരിക്കുന്നു, ഏത് ഭാഷയാണ്, അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയും ഒരു ടോണും ഒരു ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ പ്രസംഗത്തിലാണ് പഠിക്കുന്നതെങ്കിലും നമ്മളെ വീട്ടിൽ മക്കളോടും നമ്മളുടെ ഭാര്യയോടും സംസാരിക്കുമ്പോഴും പോലും നമുക്കുണ്ടാകേണ്ട ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇത് പ്രസംഗത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനർ ആകുമ്പോൾ ചെയ്യേണ്ടതല്ല. നമ്മുടെ ഒരു കണ്ണിന്റെ ഇമ പോലും, കണ്ണിന്റെ ഒരു നോട്ടം പോലും, അല്ലെ? ഒരു കണ്ണിന്റെ നോട്ടത്തിന് പോലും ഒരു പ്രണയത്തെ കൊണ്ടുവരാൻ പറ്റും. ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ കണ്ണുകൊണ്ട്, അല്ലെ, പ്രണയിക്കാൻ പറ്റില്ലേ? ഒരു കണ്ണുകൊണ്ട് നമുക്ക് പ്രണയിക്കാൻ പറ്റും. നമ്മളുടെ മുഖം കൊണ്ട്, മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ കൊണ്ട്
നമുക്ക് പ്രണയിക്കാൻ പറ്റും. നമ്മളുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താവിനോട്, മക്കളോട് കണ്ണ് തുറുപ്പിച്ച് നമ്മൾ കാണിക്കാറില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇരിക്കല്ലടാ എന്നാണ് അല്ലെ. അവനെ പേടിപ്പിച്ചു വിടും നമ്മൾ കണ്ണ് തുറുപ്പിച്ചിട്ട് അല്ലെ. ആ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായിട്ട്, ഇതൊക്കെ മനുഷ്യ ഭാഷയാണ്. സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എളുപ്പമുള്ള ഒരു കാര്യമൊന്നല്ല. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഭാഷ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് നമ്മൾ നിർവഹിക്കാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് വണ്ടർഫുൾ തിങ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇവിടെ പറഞ്ഞ സ്നേഹത്തിന്റെ, അപ്പൊ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ചില സമയത്ത് സ്ത്രീകൾക്ക് ഈ പാൻ നോക്കി കൊടുക്കണ്ടല്ലോ, പാൻ നോക്കി കൊടുക്കുക. പാൻ നോക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വല്ലാത്തൊരു സംഭവമാണ്. നമ്മളത് സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇത്രയും സന്തോഷം നൽകുന്ന ഒരു സാധനം ഇല്ല. ഇപ്പോ നമ്മൾ ചിലപ്പോ ഭർത്താക്കന്മാർ എത്ര പേര് പാൻ നോക്കി കൊടുക്കാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻ നോക്കല എന്ത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇതൊക്കെ അതല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറയും. അത്തള പിത്തള തവളാച്ചി കളിക്കാറുണ്ടോ എന്ന് ചോദിക്കും. ഭാര്യയോടൊത്ത് ഇതൊക്കെ ഒരു ക്വാളിറ്റി ടൈമാണ്. നേരത്തെ പറഞ്ഞ വാരിക്കൊടുക്കുക എന്ന് പറയുന്നതും ഒക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ മുതിർന്നവരായെങ്കിലും നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട് അല്ലെ. ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഒച്ചെടുക്കാറില്ല. ചിലപ്പോൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ചില ഇങ്ങനെ ചില സൂയിസൈഡ് പോയിന്റിലൊക്കെ പോയിട്ട് ചില ആളുകൾ ഇങ്ങനെ ഒച്ചെടുക്കാറുണ്ട് അല്ലെ. ആ പണ്ട് നമ്മൾ ഇങ്ങനെ ഒച്ചെടുക്കാറില്ലേ, ഇങ്ങനെ ഓളിയിടക്കാറില്ല അല്ലെ. പക്ഷെ വലിയതായിട്ട് നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ചില ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇതേപോലെ ചില ചൈൽഡിഷ് അല്ലെ, നമ്മൾ TA പഠിച്ചവരും അല്ലെങ്കിൽ NLP പഠിക്കുമ്പോഴും അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിലെല്ലാം സൈക്കോളജി പഠിച്ചവർക്ക് അറിയാം അല്ലെ, ഫ്രോയിഡിനെ പഠിച്ചവർക്കൊക്കെ അറിയാം, നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ ഭാവങ്ങൾ പലപ്പോഴും നമ്മൾ എടുക്കാറില്ല. അതൊക്കെ നമ്മൾ ഇടയ്ക്ക് എടുക്കുക. ഒരുമിച്ച് നമ്മൾ കളിക്കുമ്പോഴും അല്ലെ, കുട്ടികളോടൊത്ത് കളിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഇന്നർ ചൈൽഡ് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ അല്ലെ, കുട്ടിയെ ആനപ്പുറത്ത് കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ ഭാര്യയുമായിട്ട് കളിക്കുന്നതും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പൊ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സ്നേഹത്തിന്റെ ഭാഷയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളൊരു പുതിയ കൾച്ചറിനെ, ചിലപ്പോൾ നമുക്കറിയാം, നേരത്തെ ഇവിടെയൊക്കെ പലരും പറഞ്ഞു ചില പിന്നെ സംസ്കാരങ്ങള്, ചില ആചാരങ്ങള്, അതല്ലെങ്കിൽ ഇങ്ങനെയേ പറ്റൂ എന്നൊക്കെ പറയുന്ന ചില പിടുത്തങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് ചില കണ്ണി പൊട്ടിക്കൽ ഉണ്ടാകണം. ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മളിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം അല്ലെ. നമ്മളിലൂടെ അടുത്ത ഒരു ജനറേഷന് ഒരു നല്ലൊരു സംസ്കാരത്തെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു അടയാളപ്പെടുത്തലാണ് അല്ലെ. അങ്ങനെയുള്ള ചില ജീവിതങ്ങളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അപ്പൊ നമ്മളിലൂടെ നമ്മളെ കണ്ട് അല്ലെ, നമ്മളുടെ പ്രകൃതം കണ്ട്, നമ്മുടെ സംസാരം കണ്ട്, നമ്മളുടെ ഇടപെടലുകൾ കണ്ട്, നമ്മളുടെ സമീപനങ്ങൾ കണ്ട്, നമ്മളുടെ വാക്ക് കണ്ട്, നമ്മുടെ ഭാഷ കണ്ട്, നമ്മുടെ വേഷം കണ്ട് അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക, അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുക, അതൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ഒരു മനുഷ്യരായി തീരാൻ, മറ്റു മനുഷ്യന്മാരെ കണ്ട്, നമ്മളെ കൂടപ്പിറപ്പുകൾ കണ്ട് അവർക്ക് സ്നേഹം കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. അതിലൂടെ ചില വിപ്ലവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ഇവിടെ അവതരിപ്പിച്ച നമ്മുടെ 14th ബാച്ചിലെ ജാസ്മിൻ മാമിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ശ്രവിക്കാനായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട്, ജാസ്മിൻ മാം നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാർ, എന്തായാലും നന്ദി, വളരെയധികം താങ്ക്സ്. അതുപോലെ ഇവിടെ വന്നിരുന്ന് കേട്ട ഓരോരുത്തരോടും, ഇതൊക്കെ അവർ കേട്ടു എന്നുള്ളതിന്റെ ആ ഒരു ഉദാഹരണം, അവർ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസ്, എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.